വൈദ്യുതാഘാതമേറ്റ പാമ്പിന് കൃത്രിമാശ്വാസം നൽകി ജീവൻ രക്ഷിച്ച് പാമ്പ് പിടുത്തക്കാരൻ. എന്നാൽ ഈ രീതി ആരും അനുകരിക്കരുതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഗുജറാത്തിലെ വൽസദ് ജില്ലയിലാണ് സംഭവം നടന്നത്. വൽസദ് ജില്ലയിലെ അംദ ഗ്രാമത്തിൽ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഒരു പാമ്പ് വൈദ്യുതി പോസ്റ്റിൽ കയറുന്നത് കണ്ടത്. പാമ്പ് പോസ്റ്റിന്റെ മുകളിലെത്തി. ഹൈടെൻഷൻ വൈദ്യുതി ലൈനിൽ തട്ടിയതോടെ ഷോക്കേറ്റ് പാമ്പ് താഴെ വീണു. ഏകദേശം 15 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പാമ്പ് വീണത്. ഉടനെ തന്നെ തൊഴിലാളികൾ ഗ്രാമത്തിലെ പാമ്പ് പിടുത്തക്കാരനായ മുകേഷ് വയാദിനെ അറിയിച്ചു. മുകേഷ് സ്ഥലത്തെത്തി പാമ്പിനെ കയ്യിലെടുത്ത് വായ് തുറന്ന് CPR നൽകി തുടങ്ങി. വായിൽ നിന്ന് വായിലേക്ക് അരമണിക്കൂർ തുടർച്ചയായി CPR നൽകിയതോടെ പാമ്പ് ചലിക്കാൻ തുടങ്ങി. പിന്നാലെ അത് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. കഴിഞ്ഞ 10 വർഷമായി താൻ പാമ്പ് പിടുത്തക്കാരനായി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മുകേഷ് പറയുന്നത്. വൽദാസിലെ ധനംപൂരിലുള്ള പാമ്പ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും തനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു. താൻ രക്ഷിച്ചത് വിഷമില്ലാത്ത റാറ്റ് സ്നേക്കിനെയാണെന്നാണ് മുകേഷ് പറയുന്നത്. പാമ്പിനെ തൊട്ടുനോക്കിയപ്പോൾ അനക്കമില്ലായിരുന്നുവെന്നും യുവാവ് പറയുന്നു. പാമ്പിന്റെ വായ തുറന്ന് ഏകദേശം 20 തവണ CPR നൽകി. അതിനെ ഇടയ്ക്കിടെ തട്ടി. അരമണിക്കൂർ നീണ്ട ശ്രമത്തിനു ശേഷം പാമ്പ് ശ്വസിക്കാൻ തുടങ്ങി. വൈകാതെ ഇഴഞ്ഞു നീങ്ങുകയും ചെയ്തു എന്ന് മുകേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.